بسم الله الرحمن الرحيم. الحمد لله بنعمته تتم الصالحات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد. ഏറെ ആദരണീയരായ ഇസ്ലാമിക മാർഗത്തിലെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിൻ്റെ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ദിനരാത്രികളിൽ സഞ്ചരിക്കുന്ന നമ്മൾ ഈയൊരു സമയത്തെ റമദാനിൻ്റെ പുണ്യം കൊണ്ട് റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മസ്ജിദിൽ, പള്ളിയിൽ ഇരിക്കുന്ന ഈ സമയം നമ്മൾ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഹദീസിലൊക്കെ വന്ന കാര്യമാണ്. കഅബയിൽ പോയിരിക്കുകയാണെങ്കിൽ, കഅബയിൽ ഹറമിൽ പോയി നമസ്കരിക്കുകയാണെങ്കിൽ 1,00,000 നമസ്കാരത്തിൻ്റെ പുണ്യമാണ്. മദീനയിൽ പോയി നമസ്കരിക്കുകയാണെങ്കിൽ 1000 നമസ്കാരങ്ങളുടെ പുണ്യമാണ്. ഇതിൻ്റെയൊക്കെ പുണ്യത്തിൻ്റെ കണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ, ആദമിൻ്റെ മകൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, ഇല്ല സിയാം. നമ്മുടെ നമസ്കാരങ്ങൾ, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, മറ്റ് അമലുകൾ, ഇതൊക്കെ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അത് നമുക്ക് ചെയ്യാവുന്നതുമാണ്. അല്ലാഹു പറയാണ്, ഇല്ല സിയാം, നോമ്പൊഴിച്ച്, നോമ്പിൻ്റെ വഅന അജ്സീബി, നോമ്പിൻ്റെ പ്രതിഫലം അത് ഞാൻ കൊടുക്കും എന്നുള്ള പറയണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഹറമിൽ പോയിരിക്കുന്നതിൻ്റെ പ്രതിഫലം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോമ്പിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും പ്രതിഫലം എന്താണ്, എത്രയാണ് എന്നത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതെ ഒരു സസ്പെൻസ് ആക്കി വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ ഈ കേൾവി, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഖിയാമുൽ ലൈൽ, തറാവീഹ് നമസ്കാരങ്ങൾ, നമ്മുടെ തിലാവത്ത്, സിയാം, നോമ്പ്, ഇതെല്ലാം എണ്ണമറ്റ പ്രതിഫലത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്നതാണ് നമുക്ക് ഇസ്ലാമിൽ കാണുവാൻ സാധ്യമാകുന്ന കാര്യം. ആ ഒരു നിയ്യത്തോടു കൂടിയാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത് എന്നത് ആമുഖമായിട്ട് പറഞ്ഞു വെക്കുക. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അത് വിശുദ്ധ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ആകുമായിരുന്നു എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം എന്ന് മാത്രമല്ല, അനുഗ്രഹങ്ങൾ പലതുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങൾ എണ്ണി പറയാൻ പറ്റും. എന്നാലും നമുക്ക് വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്നാണ്. നിങ്ങൾ അല്ലാഹുവിൻ്റെ നിഅമത്ത് എണ്ണി നോക്കിയാൽ എണ്ണി കണക്കാക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ ഈ നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അല്ലാഹുവിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞേക്കാണ്.
അപ്പോൾ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, നിരന്തരമായി കേൾക്കുന്ന ഒരു ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആൻ റമദാൻ മാസത്തിൽ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗത്തും അള്ളാഹു പറയുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്കൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമ റസൂലെ, എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, അവിടെ ഖുൽ ഫഇന്നി ഖരീബ് എന്നുള്ള വാക്കൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുവാനുള്ള ധൃതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഡയറക്റ്റായിട്ട് പറയാണ്. അവിടെ ഖുൽന്നോ അല്ലെങ്കിൽ അവർ അറിയിക്കുക എന്നൊന്നും പറയണില്ല. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ കൂടെയുണ്ട്, ഏറ്റവും അടുത്തുണ്ട്. അല്ലേ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു പറയാണ് ഉജീബു ദഅവത ദാ, ഞാൻ എന്നോട് ചോദിക്കുന്നവൻ്റെ ചോദ്യത്തെ, എന്നോട് അർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ഞാൻ എന്ത് ചെയ്യും? ഞാനതിന് മറുപടി കൊടുക്കും. ഉജീബു ദഅവത ദാ ഇദാ ദഅാനി, അങ്ങനെ പ്രാർത്ഥിച്ചാൽ. അപ്പോൾ ഇത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. നമുക്ക് അള്ളാഹുവുമായി സംവദിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വഴിയാണ് ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഒരു വലിയ ആയുധമാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞതിന് ശേഷം ഇദാ ദഅാനി, അള്ളാഹു രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. ഫല്യസ്തജീബു ലി വൽയുമിനു ബി, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ഫല്യസ്തജീബു ലി, എനിക്ക് മറുപടി നൽകണം. വൽയുമിനു ബി, എന്നിൽ ഈമാനുള്ളവരായിട്ട് മാറണം. ഇവിടെ ഫല്യസ്തജീബു ലി, എനിക്ക് മറുപടി നൽകണം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മറുപടിയാണ്? എന്തിൻ്റെ മറുപടിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ആവശ്യപ്പെട്ടത്? വിശുദ്ധ ഖുർആനിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ മതി. അള്ളാഹു നമ്മളോട് പറയുന്ന അള്ളാഹുവിൻ്റെ ആവശ്യങ്ങൾ അത് അള്ളാഹു നൽകിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലൂടെയാണ്. എല്ലാ അക്ഷരവും റബ്ബിൻ്റെതാണ്. ഭയങ്കര സംഭവമാണ്. എല്ലാ അക്ഷരവും റബ്ബിൻ്റെതാണ്. നമ്മൾ അലിഫ് ലാം മീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അത് ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യന്മാരോ കഴിഞ്ഞുപോയ ഏതെങ്കിലും മഹാന്മാരോ പറഞ്ഞ വർത്താനമല്ലല്ലോ. ഇത് ഏഴാം ആകാശത്ത് നിന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എഴുതി വെച്ചതിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കലാം, ലോകങ്ങളെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൃഷ്ടാവിൻ്റെ, നിയന്താവിൻ്റെ, ആ നിയന്താവ് പറയുന്ന വാക്ക് നമ്മളും ആവർത്തിച്ച് പറയാം. അപ്പം അതിന് പുണ്യമുണ്ട് എന്നാണ്. വലിയ സ്ഥാനമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കിതാബ്, അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ അടങ്ങിയ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് എന്താണ് എന്നാണ് ഇന്നത്തെ വിഷയം. നമ്മളത് പരിശോധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് മക്കയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യം രഹസ്യ പ്രബോധനമാണ്. അങ്ങനെ പരസ്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യൂല, പരസ്യമായിട്ട് ആളുകളോട് ഉറക്കെ സംസാരിക്കൂല, മുസ്ലിമായത് തുറന്ന് പറയില്ല. ഇങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഘട്ടം അവസാനിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള എല്ലാ സഹാബികളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചെറിയ ആവശ്യം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ഖുർആനിൻ്റെ വചനങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ള ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ മക്കയിൽ പരസ്യമായിട്ട് നമ്മൾ ഇതുവരെ പാരായണം ചെയ്തിട്ടില്ല. മക്കക്കാരത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ആരാണ് അത് കേൾപ്പിക്കുവാൻ സന്നദ്ധമായിട്ടുള്ളത്? ആരാണ് മക്കക്കാരെ പരസ്യമായിട്ട് ഖുർആൻ കേൾപ്പിക്കുവാൻ ആരാണ് സന്നദ്ധമായിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്ന് മെലിഞ്ഞൊരു മനുഷ്യൻ നീച്ചു നിൽക്കുകയാണ്. അദ്ദേഹം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ കേൾപ്പിച്ചു കൊള്ളാം. അത് മറ്റാരുമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം മക്കയിലുള്ള ഒരു ആട്ടിടയനാണ്. അദ്ദേഹം മക്കയിലെ സാധാരണക്കാരനാണ്. ഉഖബത്ത് ബിൻ അബി മുഈത്ത് എന്ന് പറയുന്ന മക്കയിലെ ഒരു പ്രമാണിയുടെ ഒരു ആട്ടിടയനായിക്കൊണ്ട്, ആടിനെ നോക്കുന്ന ആളായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ ഗ്രാമീണനാണ്. ഒറ്റക്കാണ് നടന്നിരുന്നത്. അദ്ദേഹം മെലിഞ്ഞിട്ടാണ്, തീരെ ശരീരപ്രകൃതമില്ല, തീരെ ആരോഗ്യ പ്രകൃതമില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും ഒന്ന് അടിച്ചാൽ, പ്രഹരിച്ചാൽ അത് താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. സാധാരണക്കാരൻ. ഏതെങ്കിലും ഖുറൈശി പ്രമാണിമാരെ കണ്ടാൽ തല കുമ്പിട്ട് തല കുനിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തിരുന്ന, അവരെ ആദരിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം പറയാണ്, ഞാൻ ഈ ചലഞ്ച്, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഇബ്നു മസ്ഊദ്, താങ്കൾക്ക് അവർ മർദ്ദിച്ചാൽ പ്രഹരമേൽക്കുവാൻ സാധ്യമാവുകയില്ല. കാരണം താങ്കൾക്ക് കഴിയില്ല. താങ്കൾ മെലിഞ്ഞവനാണ്, ആരോഗ്യമില്ലാത്തവനാണ്, താങ്കൾക്ക് അത്തരത്തിലുള്ള കഴിവുകളില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും വാശി പിടിച്ച് വീണ്ടും തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ഞാൻ തന്നെ റസൂലെ ഏറ്റെടുക്കുക, നിങ്ങൾ മറ്റൊരു കൊടുക്കരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പണി ചോദിച്ചു വാങ്ങുകയാണ്. ആ ഒരു ഉത്തരവാദിത്വം ചോദിച്ചു വാങ്ങുക. പിറ്റേന്ന് രാവിലെ മക്ക ഇങ്ങനെ ഉണർന്നു വരികയാണ്. മാർക്കറ്റ് സജീവമാവുകയാണ്. ആളുകൾ അങ്ങാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ ചുറ്റുമാണ് മാർക്കറ്റ് ഉള്ളത്. അങ്ങോട്ട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്ന് ഒരുവിധം തിരക്കാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സാധാരണക്കാരൻ, എല്ലാവരും സാധാരണക്കാരനായിക്കൊണ്ട് മനസ്സിലാക്കുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാൻ സൂറത്തു അർ-റഹ്മാൻ, ഖുർആനിൽ തന്നെ അതിമനോഹരമായ സൂറത്താണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ആയത്തിൽ വിശാലമായ അതിമനോഹരമായ സാഹിത്യഭംഗിയും വിശാലമായ ആശയഗാംഭീര്യവുമുള്ള ആ വർത്തമാനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അത് ഓതിക്കേൽപ്പിക്കാൻ, പരസ്യമായിട്ട് ഓതിക്കേൽപ്പിക്കുകയാണ്. ഇത് മക്കയിലെ പുതിയ അനുഭവമാണ്. ആളുകൾ അമ്പരന്ന് നോക്കുകയാണ്. ഇതുവരെ മക്കയിലെ സാഹിത്യ പടുക്കൾ, നല്ല കവികൾ, അവരൊക്കെ അമ്പരന്ന് നോക്കുകയാണ്. ഇതാരാണ്, എന്താണ് ചെല്ലുന്നത്, എത്ര മനോഹരമായ വരികളാണ്. ആളുകൾ ചുറ്റും കൂടുകയാണ്, അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് മക്കയിലെ പ്രമാണിമാർ, അധികാരി വർഗം, അവർ മനസ്സിലാക്കി ഇത് മുഹമ്മദ് ഇറങ്ങിയ വചനമാണ്, ഇത് മുഹമ്മദ് പറയുന്ന ആ വചനങ്ങളാണ്, ഇത് തടഞ്ഞേ മതിയാവൂ. പ്രമാണിമാർ ആയുധവുമായിട്ട് വന്നിട്ട് അദ്ദേഹത്തെ മറിച്ചിടുകയാണ്, അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്, ചവിട്ടുകയാണ്, അദ്ദേഹം നിലത്തിട്ടിട്ട് ചവിട്ടിയിട്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയാണ്. അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം ആളുകൾ പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലുള്ള മറ്റുള്ള സഹാബികൾ അന്ന് പരസ്യമായിട്ട് അവർ രംഗത്തില്ല. അവർ ഇദ്ദേഹത്തെ ഏറ്റുപിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. റസൂൽ പറഞ്ഞു, ഞാൻ നേരത്തെ ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലെ, ഇപ്പോഴാണ് മക്കക്കാരുടെ മർദ്ദനം എന്ന് നിങ്ങൾ പേടിപ്പിച്ചല്ലോ, അത് എത്രത്തോളമാണ്, എത്ര നിസ്സാരമാണ് എന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ നാളെയും ഈ പണി തന്നെ ചെയ്തോളാം, ഞാൻ ഇത് നാളെയും ആവർത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബക് യാ ഇബ്നു മസ്ഊദ്, ഇപ്പം മതി, ഇത്രയൊക്കെ മതി, നമുക്ക് ആളുകൾ കേട്ടല്ലോ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് മക്കയിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, മെലിഞ്ഞ ശരീരപ്രകൃതി, അതുവരെ കാല് മെലിഞ്ഞിട്ടാണ്, തീരെ വണ്ണമില്ല, തീരെ തടിയില്ലാത്ത കാല് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകൾ നാളെ ഉഹുദ് മലയോളം കനമുള്ളതായിരിക്കുമെന്ന്, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉഹുദ് മലയോളം ഭാരമുള്ളതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 4 പേരിൽ നിന്ന് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞിടത്ത് ആദ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്തമാനം, ഖുദുൽ ഖുർആൻ മിൻ അർബഅ മിൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി മസ്ഊദിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആൻ ഇറങ്ങിയതുപോലെ, ഖുർആൻ ഇറങ്ങിയ അതേ താളത്തിൽ, അതേ രാഗത്തിൽ നിങ്ങൾ ഖുർആൻ പാരായണം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇബ്നു മസ്ഊദിൽ നിന്ന് പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെയാണ് അത്തരത്തിലുള്ള നിലപാടെടുക്കുവാൻ സാധ്യമായത്? ഞാൻ മക്കയിൽ പോയിട്ട് മക്കയിലെ ഖുറൈശി പ്രമാണിമാരുടെ മുന്നിൽ ധീരമായിക്കൊണ്ട് ഖുർആനിൻ്റെ വചനങ്ങളെ പ്രകാശിപ്പിക്കുവാൻ തയ്യാറാണ് എന്നൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് നിലപാട് സ്വീകരിക്കുവാൻ എങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ,
ഖുർആൻ നൽകിയ അപാരമായ ധൈര്യം തന്നെയാണ്. ഖുർആൻ നൽകിയിട്ടുള്ള അപാരമായ ശക്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. നമ്മൾ ഖുർആനിൻ്റെ മാസത്തെയാണുള്ളത്. ഖുർആൻ്റെ മാസം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ മുന്നോട്ട് പോകാൻ അതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അത് എത്ര വേഗത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, നോമ്പ് തുറക്കുന്നു, രാത്രിയാകുന്നു, കുറച്ച് നമ്മൾ നമസ്കരിക്കുന്നു, അതിനുശേഷം പിന്നെ പിറ്റേന്ന് രാവിലെയാകുന്നു. ഇങ്ങനെ അതിവേഗത്തിൽ ഈ ദിവസങ്ങൾ പോവാം. ഇത് ഖുർആനിൻ്റെ മാസമാണ്. ഈ ഖുർആനിൻ്റെ മാസത്തിൽ നമ്മൾ എന്താണ് ഇതുവരെ നമ്മൾ ചെയ്തത് എന്ന് നാം നിരന്തരമായി കൊണ്ട് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണക്കാരന് ധീരത പകരുന്ന, വലിയ നിലപാടെടുക്കുവാൻ സാധ്യമാകുന്ന, ജീവിതത്തിൽ ഇസ്ലാമിക മാർഗത്തിൽ അടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കരുത്ത് പകരുന്ന ഗ്രന്ഥം. നമ്മൾ വിശുദ്ധ ഖുർആൻ എടുത്താൽ ആദ്യം എന്താണ്? ആദ്യം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവോട് കുറെ കാര്യങ്ങൾ പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവേ, ഏറ്റവും ചൊവ്വായ മാർഗം, ഏറ്റവും ഋജുവായ മാർഗം, ഏറ്റവും നേരായ മാർഗം നൽകണമേ. നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗമാണത്, നീ കോപിച്ചവരുടെ മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹുവോടൊരു മാർഗത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അടുത്ത പേജ് എടുക്കൂ. അടുത്ത പേജിൽ അള്ളാഹു പറയാം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിങ്ങൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ആ കിതാബുണ്ട്, ലാ റൈബ ഫീഹി, ഒരു സംശയവും വേണ്ട, അത് ഹുദൽ ലിൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവർക്കുള്ള സന്മാർഗ ദർശനമാണ്, അവർക്കുള്ള വഴിയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നല്ല വഴി ചോദിക്കുന്നു. ആ വഴിയെക്കുറിച്ച് അടുത്ത പേജിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത്രത്തോളം ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹി അഖ്വം എന്ന് പറയുന്നുണ്ട്. ഈ ഖുർആന് മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ സൂറത്തു തീനിൽ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഘടനയിലുണ്ടാക്കി. നമ്മുടെ തല, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ തലച്ചോറ്, മനസ്സ്, ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷി, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. ഇതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇതേ വാക്പ്രയോഗം തന്നെ അല്ലാഹു ഇപ്പുറത്തും പറയാം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹി അഖ്വം, ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഘടനയിലേക്ക്, ഒരു സ്ട്രക്ചറിലേക്ക് മനുഷ്യനെ ഈ ഖുർആൻ നയിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചത്, ആ ഒരു ധീരമായ പ്രവർത്തനം ചെയ്തത്. ദുർബലനായ മനുഷ്യൻ എങ്ങനെയാണ് കരുത്തുള്ളതായി മാറുന്നത് എന്ന് നമുക്ക് അതിലൂടെ കാണുവാൻ സാധ്യമാവുകയാണ്. ഒരുപാട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ, കിതാബൻ അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് നാം ഈ കിതാബ് ഇറക്കി, ലിതുഖ്രിജൻ നാസ്, ജനങ്ങളെ പുറത്തെത്തിക്കുവാൻ വേണ്ടി, മിനദ്ദുലുമാത്, ഒരുപാട് അന്ധകാരങ്ങൾ. ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്ത എന്തൊക്കെ ശക്തികളുണ്ടോ അവരൊക്കെ അവർ പറയുന്നതും അവരുണ്ടാക്കിയതുമായ ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് ഇസങ്ങൾ, മറ്റൊരുപാട് മതങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ ദീനല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദുലുമാത്താണ്. അതെല്ലാം മനുഷ്യനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കാണ്. അതിൽ ലിതുഖ്രിജൻ നാസ്, ആ ദുലുമാത്തിൽ നിന്ന് മിനദ്ദുലുമാതി ഇലന്നൂർ, ഒരൊറ്റ പ്രകാശത്തിലേക്ക്, നൂറുൻ അലാ നൂർ എന്ന് അള്ളാഹു പറയുന്നില്ലേ. അള്ളാഹു വെളിച്ചത്തിനു മേലുള്ള വെളിച്ചമാണ്. ഈ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ സാധ്യമാകുന്ന ഒരു സംവിധാനം, അള്ളാഹു നൽകിയ വഴിയാണ് ഈ പറയുന്ന ഖുർആൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇതിൽ അബദ്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, ഇതിൻ്റെ പിറകിലോ മുമ്പിലോ ഒരു വശത്തോ യാതൊരുവിധ അബദ്ധങ്ങൾക്കും സ്ഥാനമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അള്ളാഹിൻ്റെ മുഅ്ജിസത്താണ്. എന്താ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അമാനുഷികമായ കാര്യം.
മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത സംഗതി. അഅ്ജസ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി എന്നാണ്, ദുർബലനാക്കി എന്നതാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദുർബലമാക്കുന്ന കാര്യം. ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദുർബലമാക്കുന്ന ഒരുപാട് അടയാളങ്ങൾ കഴിഞ്ഞ പ്രവാചകന്മാർ നൽകിയിട്ടുണ്ട്. മഹാനായ സാലിഹ് നബിയുടെ ഒട്ടകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ. ആ സാലിഹ് നബിയുടെ വലിയൊരു ഒട്ടകത്തെ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒട്ടകത്തെ അവർ അറുത്ത് കളഞ്ഞു. ഫഅഖറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ എന്ന് പറയുന്നു. അല്ലാഹു അവരുടെ മേൽ വലിയ സ്വൈഹ, വലിയൊരു ശബ്ദം, വലിയൊരു അട്ടഹാസം കൊണ്ടുവന്നിട്ട് അവരെ മേൽ അവരെ തകർക്കുകയാണ്, അവരില്ലാതെയാക്കുകയാണ്. ഫിർഔന് മുന്നിൽ മോചിതസ്ഥ കണ്ടിരുന്നു. താഴേക്ക് വടിയിട്ടാൽ അത് പാമ്പായി മാറുന്നു, കൈ ചേർത്തു പിടിച്ചാൽ വെളിച്ചമുള്ള കൈയായിട്ട് മാറുന്നു. ആ മോചിതത്തിനെ ഫിർഔൻ തള്ളിക്കളഞ്ഞു. അതിനെ അവഗണിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പിടികൂടുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അവഗണിച്ചാൽ അള്ളാഹു നമ്മളെ പിടികൂടും. അള്ളാഹുവിൻ്റെ മോചിതസ്ഥാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഖുർആൻ, ഈ ഖുർആൻ പോലെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ട് പറയണം. ആരോടാ പറയണത്? ജാഹിലിയ കാലത്തെ അറബിയുടെ കവിത എന്ന് പറഞ്ഞാൽ മനോഹരമാണ്. ഇന്നും അത് ആളുകൾ പഠിക്കുന്ന കവിതകളാണ്. അത്രയും വലിയ സാഹിത്യ പടുക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് കൊണ്ടുപോകാം. അവർക്ക് സാധ്യമായില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ഇത്രയും 14 നൂറ്റാണ്ടുകളായി ഒരു മാറ്റവും സംഭവിക്കാത്തൊരു കിതാബ്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നവർക്കറിയാം, വില്യം ഷേക്സ്പിയർ അറിയപ്പെട്ടൊരു ഒരു എഴുത്തുകാരനാണ്. ഇംഗ്ലീഷിലുള്ള ഒരു വലിയ സാഹിത്യകാരനാണ്. വില്യം ഷേക്സ്പിയർ 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ അതേ നാടകത്തിൻ്റെ അതേ ഭാഷയിൽ നന്നായി ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ വായിച്ചാൽ അദ്ദേഹം മനസ്സിലാവില്ല. കാരണം അത് വേറൊരു ലാംഗ്വേജാണ്. കുറേ മാറ്റങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുണ്ട്, മലയാളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആധാരം എഴുതുന്ന ഭാഷയ്ക്കെടുത്ത് വായിച്ചു നോക്കിയാൽ കുറേ വാക്ക് നമുക്ക് മനസ്സിലാവില്ല, പുതിയവർക്ക് മനസ്സിലാവില്ല. അത് വേറൊരു ലാംഗ്വേജാണ്. എന്നാൽ അറബി, ഖുർആനിൻ്റെ ഭാഷ, ഖുർആൻ എന്ന് പറയുന്നത് ഇന്നും അതിൻ്റെ ഓരോ സംഗതികൾ, ഖുർആൻ പറയുന്ന ഓരോ കാര്യവും അത് യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെ അത് നിരന്തരമായി കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ മോചിതസ്ഥാണ്. ഈ മോചിതത്തിനെ നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഈ ഒരു അള്ളാഹുവിൻ്റെ അമാനുഷികമായ ഈ ഒരു അടയാളത്തെ നമ്മൾ അതിനെ എടുക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം നമ്മളിലേക്ക് വരും എന്നത് തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളിലേക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു പറയുന്നില്ലേ, ഈ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ ഇന്ന ഹാദൽ ഖുർആൻ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഈ ഖുർആൻ നമ്മളൊരു മലയുടെ, ഒരു അമ്പരചുംബിയായ, ആകാശചുംബിയായ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നാം ഇറക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത് പൊട്ടിത്തകരുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മളടങ്ങുന്ന, ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന സാധാരണക്കാർ, വളരെ ദുർബലമായ ചുമലുകൾ, ആ ചുമലുകൾക്ക് മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്, വലിയ ഉത്തരവാദിത്തമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ വലിയ സ്വപ്നം എന്താ, വലിയ ആഗ്രഹം, വലിയ കിനാബുകളിലൊന്നാണ്, ഇഹലോകത്തെ വലിയ ആഗ്രഹമാണ്, നമ്മളൊക്കെ വലിയ ആഗ്രഹിക്കുന്ന കാര്യമാണ് മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയണം. ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? പരലോകത്തും നമുക്ക് റസൂലിൻ്റെ വജ്ഹ് കാരണം അള്ളാഹുവിൻ്റെ റിള നേടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളമ്പിക്കൊടുക്കുന്ന കൗസറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് റസൂലിൻ്റെ അടുത്ത് പോയിട്ട് റസൂലിനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, റസൂലിനെ ഇതുവരെ കാണാത്ത മുഖം, ആ മുഖത്തെ പുഞ്ചിരി കണ്ട് വല്ലാതെ ആസ്വദിച്ച് റസൂലിനോട് സംവദിച്ച് റസൂലിനോട് സംസാരിച്ച് റസൂലെ, താങ്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ സാധ്യമാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ.
ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കിനാവ് കാണണം. നമ്മളെ മക്കൾ കൂടെ ഉണ്ടാവും. മക്കളെ ചേർത്ത് പിടിച്ചിട്ട് റസൂലെ, എൻ്റെ പ്രിയപ്പെട്ട മകൻ പേരിന്നതാണ്, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ പ്രിയപ്പെട്ട മകൾ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്നൊക്കെ നമ്മൾ വലിയ ആളെ കാണുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ പരിചയപ്പെടുത്തുവാൻ റസൂലിൻ്റെ ഒരു സഹവാസം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി. നമ്മളത് കിനാവ് കാണുന്നുണ്ട്. അതേസമയം മറ്റൊരു സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു മസ്ഊദ് നമ്മൾ പറയാണ്, അല്ലേ ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്തതാ. അദ്ദേഹം പറയാണ്, റസൂലെ, താങ്കൾക്ക് മേലാണ് ഖുർആൻ ഇറങ്ങിയത്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരേ, എനിക്ക് സാധ്യമല്ല. അപ്പോൾ റസൂൽ വീണ്ടും നിർബന്ധിക്കുകയാണ്, അല്ല, എനിക്ക് കേൾക്കാനാണ്, താങ്കൾ പാരായണം ചെയ്ത് എനിക്കൊന്ന് കേൾക്കണം. അങ്ങനെ സൂറത്തുൻ നിസാ പാരായണം ചെയ്യാം. സൂറത്തുൻ നിസാ ഇങ്ങനെ പാരായണം ചെയ്ത് അതിലെ ഒരു ആയത്ത്, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. അല്ലേ പ്രവാചകരെ, എല്ലാ ഉമ്മത്തിനുമേലും നാം സാക്ഷികളെ കൊണ്ടുവരും. എല്ലാ ഉമ്മത്തിനെതിരെയും എല്ലാ സമുദായങ്ങൾക്കെതിരെയും നാം സാക്ഷികളെ കൊണ്ടുവരും. താങ്കളുടെ ഉമ്മത്തിനെതിരെ ഉള്ള സാക്ഷിയായി താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ ഈ ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് പറയുന്നുണ്ട്, യാ ഇബ്നു മസ്ഊദ് ഹസ്ബക യാ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് മതി, നിർത്തി, പാരായണം മതി എന്ന് പറയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ധാരധാരയായ കണ്ണുനീരൊഴുകുകയാണ്. എന്താ കാരണം? സ്വന്തം ഉമ്മത്തിനെതിരെ സാക്ഷ്യം പറയേണ്ടി വരുമല്ലോ എന്നാലോചിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നിരന്തരമായി കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യം, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്ത്. നമ്മളൊക്കെ ഒരു സ്വപ്നം കാണുന്നുണ്ട്, നമ്മളെയൊക്കെ അതിൻ്റെ പിൻഗാമികളായിട്ട് കാണുന്നുണ്ട്. ആ ഉമ്മത്തിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ മനസ്സിങ്ങനെ വ്യഥയാവുകയാണ്, ആധിയാവുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഇതേ ഉമ്മത്തിനെതിരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറയേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂല ഖുർആൻ പാരായണം അവസാനിപ്പിക്കാൻ വേണ്ടി പറയാം. ഖുർആൻ കാണുവാൻ സാധ്യമാകും. നഖം കടിക്കുന്ന ചിലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യൗമ യഗദ്ദു ദ്ദാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖഅതു മഅർ റസൂലി സബീല. ആ ദിവസത്തിൽ ചില ആളുകൾ നഖം കടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവരെ കൈ ഇങ്ങനെ കടിച്ചിട്ട് പറയും, റസൂലിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയാൻ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദാ ഖുർആന മഹ്ജൂറ. അന്ന് പ്രവാചകൻ വരും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന റസൂൽ, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അണിയിൽ നിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ എതിർപക്ഷത്തുള്ള അണിയിൽ റസൂൽ നിൽക്കുന്നുണ്ട്. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, അള്ളാഹുവേ, എൻ്റെ ഖൗം, എൻ്റെ സമുദായം അവർ ഈ ഖുർആനിനെ പിറകോട്ട് മാറ്റിവെച്ചവരാണ്, അതിനെ അവഗണിച്ചവരാണ്, അതിനെ തള്ളി മാറ്റിയവരാണ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരവസരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ദൗർഭാഗ്യവാന്മാരാ. നമ്മൾ റസൂലിൻ്റെ പേര് കേൾക്കുമ്പം നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. കാരണം എന്താ? നമ്മൾ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ പ്രിയപ്പെട്ട റസൂലാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ നാം മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മൾ റസൂലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് നമ്മൾ എപ്പോൾ തുടങ്ങണതാ? നമ്മൾ ചെറിയ മക്കൾ, ചെറിയ കുട്ടികൾ, നമ്മളൊക്കെ കുട്ടിയാകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ താരാട്ട് പാടിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് എന്നൊക്കെ പറയുന്ന താരാട്ട് പാട്ട് അന്ന് കേൾക്കാൻ തുടങ്ങിയ പേരാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റസൂലിനെ കാണുക, റസൂലിൻ്റെ പുഞ്ചിരിയെ അതൊന്ന് അനുഭവിക്കുക, അതൊന്ന് കാണുക, ആ മുഖത്തോട് മുഖം നോക്കിയിട്ട് കുറച്ചു നേരം നിൽക്കുവാൻ സാധ്യമാവുക. പ്രിയമുള്ളവരെ,
അതിനപ്പുറം മറ്റെന്താ നേടാനുള്ളത്? ആ റസൂൽ നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന, എതിർപക്ഷത്ത് നിൽക്കുന്ന, നമ്മളെ കുറ്റവാളിയാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ അത്രയും വലിയ ദൗർഭാഗ്യവാന്മാർ മറ്റാരാണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ജനങ്ങൾ വെച്ച് അള്ളാഹു ചില കുടുംബക്കാരുണ്ട്. ഇന്നലില്ലാഹി അഹ്ലീൻ, അള്ളാഹുവിൻ്റെ ഒരു കൂട്ടക്കാരുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ആരാണ് ഈ അഹ്ലീൻ? അഹ്ലീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂടിയ ഒരു പ്രയോഗമാണ് അഹ്ലീൻ, ഏറ്റവും അടുത്തവർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അത് ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ ഖുർആനിൻ്റെ ആളുകളാണ്, അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരാണ്, അവൻ്റെ ഏറ്റവും സ്പെഷ്യലായവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഖുർആനിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നാം ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ കടന്നു വരും. റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അത് ഖത്തമുകൾ തീർക്കുന്നുണ്ട്, 1-2 ഖത്തമുകൾ തീർക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. പക്ഷേ റമദാൻ കഴിഞ്ഞതിന് ശേഷം എത്രത്തോളമാണ് നമുക്കതിന് സമയം കൊടുക്കാൻ പറ്റുന്നത്? 24 മണിക്കൂറുണ്ടല്ലോ, 24 മണിക്കൂറിൽ ഒരു 24 മിനിറ്റെങ്കിലും കൊടുക്കുവാൻ നമുക്ക് സാധ്യമാവാറുണ്ടോ? നമ്മുടെ മുന്നിൽ തഫ്സീറുകളുണ്ട്, തഫ്ഹീമുൽ ഖുർആനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ അതൊക്കെ ലഭ്യമാകുന്ന ടെക്നോളജികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എത്ര സമയമാണ് 24 മണിക്കൂറിൽ 24 മിനിറ്റ് കൊടുക്കുവാൻ നമുക്ക് സാധ്യമാവാറുണ്ടോ? അങ്ങനെ സാധ്യമായിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെയാണ് വെളിച്ചം പകരുന്ന സമൂഹമായി മാറുവാൻ സാധ്യമാവുക? മഹാനായ സയ്യിദ് മൗദൂദി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെ ഇസ്ലാമിക സമൂഹം അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ദൗർഭാഗ്യവാന്മാരും. കാരണം എന്താ? അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ ലോകത്തിലെ തന്നെ എല്ലാത്തിനും മുകളിൽ വലിയ സ്ഥാനം നേടുവാൻ സാധ്യമാകുന്ന, എല്ലാവരെയും അടക്കി ഭരിക്കുവാൻ ശേഷി പകരുന്ന, എല്ലാ സംസ്കാരങ്ങൾക്കും മുകളിൽ വലിയ സംസ്കാരമായിട്ട് ഉയർന്നു നിൽക്കുവാൻ സാധ്യമാകുന്ന, എല്ലാ നാഗരികതയ്ക്കും മുകളിൽ നിൽക്കുവാൻ സാധ്യമാകുന്ന, നാഗരികതയെ പകരുവാൻ സാധ്യമാകുന്ന വിശുദ്ധ ഖുർആൻ അവരുടെ കയ്യിലുണ്ട്. ആ വഴി അവർ സ്വീകരിച്ചോ, അവർ ലോകത്തെ അടക്കി ഭരിക്കുന്നവരായിട്ട് മാറും. നമ്മൾ കണ്ടതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ, നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ, അതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ, ഒരു ഭാഗത്ത് പോർച്ചുഗീസിൻ്റെ അതിരാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ പകുതി ഇസ്ലാമിക സമൂഹത്തിൻ്റെ കയ്യിലാണ്. മറുഭാഗത്ത് അങ്ങ് താഴേക്ക് പോന്നാൽ ആഫ്രിക്ക വരെ, ഇന്ത്യയിലും ചൈന വരെ നിൽക്കുന്ന, അറ്റ്ലാന്റിക് സമുദ്രം വരെ നിൽക്കുന്ന, മനുഷ്യൻ അധികമായി ജീവിക്കുന്ന ഒരു വലിയ ഭൂവിഭാഗം ഇസ്ലാമിക സമൂഹം ഭരിച്ചതാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയാണ്, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ അവരും ഇസ്ലാമിക സമൂഹം തന്നെ. കാരണം എന്താ? ഈ പറയുന്ന ഒരു വലിയ വെളിച്ചം, ഈ പറയുന്ന വലിയൊരു കരുത്ത്, ആ കരുത്ത് കയ്യിലുണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമല്ലായിട്ടല്ലാതെ വഴിയറിയാതെ ഉഴറുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അതും ഇസ്ലാമിക സമൂഹമാണ്, അല്ലേ? നമ്മളിപ്പോൾ ഇന്നെന്താ നമ്മളെ അവസ്ഥ? നമ്മൾ പലരുടെയും കനിവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണ്. നമ്മൾ പല ബില്ലുകൾക്കും വേണ്ടിയിട്ട് ആ ബില്ല് പാസ്സാകുമോ ഇല്ലേ എന്ന് ഭയപ്പെട്ടിരിക്കുന്നവരാണ്. എന്നിട്ട് നമുക്ക് നമ്മളെ ആർക്ക് രക്ഷിക്കാൻ വരും എന്ന് നമ്മൾ കരുതി നിൽക്കുകയാണ്. ആരും രക്ഷിക്കാൻ വരുന്നൊന്നുമില്ല. നമുക്കുള്ള വഴി ഖുർആനിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ്, ഖുർആനിൻ്റെ ആളുകളായിട്ട് മാറുക എന്നത് തന്നെയാണ്. ഖുർആനിനെ എത്ര തന്നെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ശരി, അത് ലോകത്തുണ്ടാകും. യുരീദൂന ലിതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ ഖുർആനിനെ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവർ വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹു പറയാം, വല്ലാഹു മുതിമ്മു നൂരി, അള്ളാഹു അതിൻ്റെ പ്രകാശത്തെ, അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിർ എത്ര വിചാരിച്ചിട്ടും എത്ര വെറുത്തിട്ടും കാര്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഖുർആന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറില്ല, മക്കൾ ഖുർആൻ പാരായണം ചെയ്യണില്ല, മക്കൾ ഖുർആനിലേക്ക് എത്തുന്നില്ല, അല്ല? നമ്മുടെ മക്കളെ കുറിച്ച് മക്കൾ വലിയ ആദ്യം എന്താ? ഖുർആൻ ഒരു ഓതുന്നില്ല, ഒരു ഖുർആൻ പഠിക്കണില്ല, മടിയാണ്. മക്കളെന്താ ചെയ്യുക? ശരിക്ക് മക്കൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുക. എന്താണോ പിതാക്കന്മാർ, ഉപ്പമാരാണ് ഏറ്റവും വലിയ ഹീറോസ്. മക്കളെ ഏറ്റവും വലിയ ഹീറോകൾ, അവരുടെ ഏറ്റവും വലിയ പ്രചോദനമായി മാറുന്നത് ഉപ്പയാണ്, മാതാപിതാക്കളാണ്.
നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അവരനുകരിക്കും. നമ്മൾ മഗ്‌രിബിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ മക്കളത് കാണും, മക്കൾ ഓതും. നമ്മുടെ പേരമക്കൾ ഖുർആൻ എടുക്കും. അവർ അവരുടെ നാവിൽ ഖുർആൻ തത്തിക്കളിക്കും അല്ലേ? അവരുടെ നാവിൽ ഇപ്പം എന്തൊക്കെയാണ് പാടുന്നത്, എന്തൊക്കെയാണ് തത്തിക്കളിക്കണത്? കണ്ണിക്കണ്ട ഒരേ പാട്ടുകളാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത വരികൾ അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് വരികൾ കുട്ടികൾ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ പാത്രങ്ങൾ പോലെയാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളതിൽ ഖുർആന് നിറക്കണം, മറ്റൊന്നും നിറക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ ഹൃദയങ്ങൾ വലിയ പാത്രങ്ങളാണ്. അതിലെന്തൊക്കെയാണ് നിറയണത്? അവിടെ ഖുർആൻ നിറയണമെങ്കിൽ നമ്മൾ ഖുർആൻ്റെ ആളുകളായിട്ട് ആദ്യം മാറണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ അന്തരീക്ഷം ഉണ്ടാവണം. ആ വീട്ടിൽ ഖുർആന് സ്ഥാനം ഉണ്ടാവണം, ഖുർആന് സമയം ഉണ്ടാവണം. ഖുർആൻ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രയോറിറ്റിയിൽ, അതിൻ്റെ ഒരു മുൻഗണനയിൽ വരണം. സമയം മാനേജ് ചെയ്യല്ല വേണ്ടത്, പ്രയോറിറ്റി നിശ്ചയിക്കുക വേണ്ടത്. ഞാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടാകും, ഞാൻ അങ്ങാടിയിൽ പോകുന്നുണ്ടാകും, അതിന് ഞാൻ സമയം മാറ്റി വെക്കുന്നുണ്ടാകും, ഞാൻ മീറ്റിങ്ങൾക്ക് പോകുന്നുണ്ടാകും, കല്യാണങ്ങൾക്ക് പോകുന്നുണ്ടാകും, സൽക്കാരങ്ങളുണ്ടാകും, പല സംഗതികളുണ്ടാകും. അതൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഖുർആന് വേണ്ടി ഞാൻ നീക്കി വെച്ച് മതിയാകൂ എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധ്യമാണ്. അങ്ങനെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ അതിലൂടെ നമ്മളെ കണ്ടുപഠിക്കുന്ന തലമുറയുണ്ടാകും, ജനറേഷൻ ഉണ്ടാകും. നമുക്കറിയാം, CJ വാരൻമാൻ എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഫലസ്തീനികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 2 തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കഴിഞ്ഞ 50 വർഷമായിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ലോബിയിങ്ങിനെ, അവർ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ ഞാൻ സത്യമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ 2 കാര്യങ്ങൾ എന്നെ മാറ്റി ചിന്തിപ്പിച്ചു. അദ്ദേഹം പറയാണ്, ഒന്ന് ഗസയിലെ മാലാഖമാരാണ്, ഗസയിലെ പിഞ്ചു മക്കളാണ്, ശുഹദാക്കളായ ചെറിയ മക്കൾ. അവര് ഷഹാദത്ത് വരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെ കാലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കാലിൻ്റെ പുറത്ത്, കൈയിൻ്റെ പുറത്തൊക്കെ അവർ പേരെഴുതി വെച്ചിട്ടുണ്ട്. അവർ ഷഹാദത്ത് വരിക്കുവാൻ വേണ്ടി ധീരമായിട്ട് എത്ര ബോംബെറിഞ്ഞാലും ശരി, ആ ബോംബിൻ്റെ പൊടിപടലങ്ങൾ മാറുമ്പോൾ അവർ റോഡിൽ നിന്ന് കളിക്കുകയാണ്, ആരെയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ശുഹദാക്കളാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്ന പിഞ്ചു മക്കൾ. ഞാനത് കണ്ടപ്പോൾ ഫലസ്തീനികളെ മനസ്സിലാക്കുവാൻ വേണ്ടി തുടങ്ങി. വീണ്ടും ഞാൻ എങ്ങനെയാണ് ഫലസ്തീനികൾക്ക് ഇത്രത്തോളം കരുത്ത് ലഭിക്കുന്നത്? കഴിഞ്ഞ 1.5 വർഷമായി 2 വർഷമായി കൊണ്ട് ലോകത്ത് അണുബോംബല്ലാത്ത മറ്റെല്ലാ ബോംബുകളും, എല്ലാ ആയുധങ്ങളും അവരെ മേൽ ചൊരിഞ്ഞിട്ടും അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? അവരെങ്ങനെയാണ് മക്കൾ ശുഹദാക്കളാകുമ്പോൾ, ഷഹാദത്ത് വരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് രക്തസാക്ഷികളായിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവർ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? എങ്ങനെയാണ് അവരതിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്? അദ്ദേഹം പറയാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. എന്നിട്ട് ഞാൻ കണ്ടെത്തിയത് അവരെ പിന്നിലുള്ള പ്രചോദക കേന്ദ്രം അത് വിശുദ്ധ ഖുർആനാണ്. അവർ ഖുർആൻ പഠിക്കുന്നവരാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് അവരെ എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും മുടങ്ങിയെങ്കിലും ഏകദേശം 500-ലധികം ആളുകൾ അവിടെ ഖുർആൻ പഠിച്ചവരായിട്ട് അവരെ പുറത്തിറക്കി എന്ന് പറയുമ്പോൾ, ഈ യുദ്ധങ്ങൾക്കിടയിലും യുദ്ധത്തിൻ്റെ കെടുതികൾക്കിടയിലും നിരന്തരമായ പട്ടിണിയായിട്ട് പോലും അവർ ഖുർആനിനെ മുറുകെ പിടിക്കുന്നവരായിട്ട് മാറാൻ അവസാനം ലോകത്തിലെ വലിയ ശക്തികൾ അവരുമായി ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. ആലോചിച്ച് നോക്കൂ, ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പകരുന്ന ഒരു ശക്തിയാണ്. നമുക്ക് പല വെല്ലുവിളിയുണ്ട്. നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേജാറിലാണ്, നമുക്ക് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ 2ാം കിട പൗരന്മാരാക്കി മാറ്റുവാനുള്ള കൊണ്ടുപിടിച്ച തന്ത്രങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ മറികടക്കുവാൻ ശേഷിയുള്ള ഒരു ഉമ്മത്ത് തന്നെയാണ് നമ്മൾ മറികടന്നിട്ടുണ്ട് പല വെല്ലുവിളികൾ. ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇസ്ലാം നേരിട്ട പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം അതിനുശേഷം ഇസ്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും മടങ്ങി വന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട് അല്ലേ? ഈ ലോകത്തെ ഇസ്ലാമിക സമൂഹം ജീവിച്ചിരുന്ന വലിയ കേന്ദ്രങ്ങൾ, ബഗ്ദാദ് പോലെയുള്ള ഇടങ്ങൾ, അതിനെല്ലാം കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. ബഗ്ദാദിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളുടെ മഷിയും അതുപോലെ തന്നെ മനുഷ്യരക്തവുമെല്ലാം കൂടിക്കലർന്നുകൊണ്ട്
യൂഫ്രട്ടീസും ടൈഗ്രീസും എല്ലാം കറുപ്പ് നിറം കവിക്കറന്ന ചുവപ്പ് വെള്ളമായിട്ട് മാറിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. തർത്താരികൾ, മംഗോളിയന്മാർ അടിച്ചൊതുക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങൾക്കിടയിലും ഇസ്ലാമിക സമൂഹം ഒന്ന് കഴിയുമ്പോൾ അടുത്ത് തിരിച്ചു വരികയാണ്. എന്നും അങ്ങനെ തന്നെയാണ്. അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർഷീദ് ജീത്തെ ഹേ, ഇധർ ഡൂബെ ഉധർ നിക്കലെ, ഉധർ ഡൂബെ ഇധർ നിക്കലെ. ലോകത്ത് മുസ്ലിം സമൂഹം ഈമാനുള്ളവർ അവർ സൂര്യനെ പോലെ ജീവിക്കുന്നവരാണ്. സൂര്യൻ അസ്തമയുണ്ടോ? അസ്തമയില്ല. സൂര്യൻ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അവിടെ ഭൂമിയുടെ ഒരു ഭാഗത്ത് അസ്തമിക്കുമ്പോൾ മറുഭാഗത്ത് ആ സൂര്യൻ ഉദിക്കുന്നുണ്ട്. മറുഭാഗത്ത് അസ്തമിക്കുമ്പോൾ ഇവിടെയാണ് ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് നിരന്തരമായി കൊണ്ട് ഒരു ഭാഗത്ത് തളർച്ചയുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഉയർച്ചയുണ്ടാകും. അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു സുന്നത്താണ്. ഇസ്ലാമിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അതിജീവിക്കുവാൻ സാധ്യമാണ്. പക്ഷെ നമ്മുടെ വഴി എന്താവണം? വിശുദ്ധ ഖുർആനാവണം. ഇക്ബാൽ വീണ്ടും പറയുന്നുണ്ട്, वो मुअज़्ज़ज़ थे ज़माने में मुसलमान होकर और तुम ख़ार हुए तारीख़ ഖുർആൻ होकर. നിങ്ങളെ മുന്നേ ജീവിച്ച ആളുകളുണ്ട്. അവർ ഇസ്സത്തുള്ളവരായിരുന്നു, കരുത്തുള്ളവരാണ്. അവർ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ശേഷിയുള്ളവരാണ്. ലോകത്ത് തന്നെ ആദ്യമായി കൊണ്ട് വ്യത്യസ്തമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. ലോകത്തെ നയിച്ചവരാണ്. മുസൽമാൻ ഹോക്കർ, മുസ്ലിങ്ങളായിട്ട് തന്നെ, അല്ലാതെ മതം മാറ്റി പറഞ്ഞിട്ടോ ഞങ്ങൾ വലിയ മതേതര വ്യക്തികളൊന്നുമല്ല, മുസ്ലിങ്ങളായിട്ട് തന്നെ. ഓർ തും ഖാർ ഹുയെ താരിഖെ ഖുർആൻ ഹോക്കർ. പക്ഷെ നിങ്ങൾ തകർന്നടിഞ്ഞു പോയവരായിട്ട് മാറി. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഖുർആനിനെ വലിച്ചെറിഞ്ഞവരായതുകൊണ്ടാണ് എന്ന് ഇക്ബാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കുക. അള്ളാഹുവിൻ്റെ സഹായം എത്തുവാൻ പാകതയുള്ള അതിന് അർഹതയുള്ളവരായിട്ട് മാറുവാൻ, അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സദസ്സുകളിൽ എല്ലാം ഖുർആനിനുള്ള സ്ഥാനം എന്താണ് എന്ന് നാം പരിശോധിക്കാം. ഖുർആൻ നമ്മുടെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സമയം കൊടുക്കി, നമ്മൾ സമയം വെക്കൂ. ആ സമയത്തിൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കൂ. ഖുർആൻ പാരായണം ചെയ്യൂ. ഞാൻ ഈ മാസം നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്, പല സംഗതി നമ്മൾ നിർവഹിക്കാറുണ്ടല്ലോ. ഓരോ ടാസ്കുകളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മാസം ഇന്നത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. നമ്മളൊരു മാസത്തിൽ തീരുമാനിക്കും, ഒരു മാസത്തിൽ ഞാൻ ഒരു 5 പേജെങ്കിലും അല്ലെങ്കിൽ 6 പേജെങ്കിലും ഖുർആൻ അർത്ഥസഹിതം പഠിക്കുവാൻ ഞാൻ സന്നദ്ധമാകും. തീരുമാനിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കാണാതെ പഠിച്ച ഭാഗങ്ങൾ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. ഖുർആനിൻ്റെ ഒരു 4 ജുസുവെങ്കിലും 30 ജുസുയിൽ ഒരു 5 ജുസുവെങ്കിലും കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നമ്മളെന്താ തീരുമാനിക്കുക? ഹാഫിളാകാൻ പറഞ്ഞേക്കും. ആരെ? കുട്ടികളെ പറഞ്ഞേക്കും. 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞേക്കും. നമ്മളെന്താ ഹാഫിളാവണ്ടേ? നമ്മൾ ഹിഫ്ള് പഠിക്കണ്ടേ? നമുക്കത് ബാധകമല്ലേ? ബാധകമാണ്. അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിക്കുമ്പോൾ അള്ളാഹു വഴി കാണിച്ചു തരും, അള്ളാഹു എളുപ്പമാക്കി തരും. അതുകൊണ്ട് അതിന് ശ്രമിക്കുക, അതിന് സമയം ഇൻവെസ്റ്റ് ചെയ്യുക, സമയം കൊടുക്കുക. എന്നിട്ട് ഇത്ര ഭാഗം ഞാൻ കാണാതെ പഠിക്കും തീരുമാനിക്കുക, ഇത്ര ഭാഗം ഞാൻ അർത്ഥസഹിതം പഠിക്കും തീരുമാനിക്കുക, ഞാൻ ഇത്ര ഭാഗം ഞാൻ ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധ്യമാവണം. അതിൻ്റെ ആഴിയിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ, അതിലെ മുത്തുകളും പവിഴങ്ങളും എല്ലാം പൊറുക്കിയിട്ട് അള്ളാഹുവിൻ്റെ ജന്നത്തിൻ്റെ അവകാശികളായി മാറുവാൻ നമുക്ക് സാധ്യമാവണം. അങ്ങനെ സാധ്യമാകുമ്പോൾ ഇഹലോകത്തും വിജയിക്കുന്ന ഒരു സമൂഹമായിട്ട്, ഒരു സമുദായമായിട്ട് മുസ്ലിം ഉമ്മത്തിന് നമുക്ക് മാറുവാൻ സാധ്യമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഉമ്മത്തായി, ഖുർആനിൻ്റെ സമൂഹമായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിലപാട് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി ഖുർആൻ മാറണം. നമ്മുടെ ജീവിതാലോചന ഇപ്പോൾ ഒരു മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടും, അവന് ഒരായത്ത് ഓതുകയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅക, നീ പേടിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യും. രസല്ലോ സൂറത്താണ്. വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. റസൂലിനോട് പറയാം, റസൂലേ, വദ്ദുഹ പ്രഭാതമാണ് സത്യം, വല്ലൈലി ഇദാ സജ രാത്രി അതുമാണ് സത്യം, മാ വദ്ദഅക റബ്ബുക വമാ ഖല
റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല. നമ്മളോടും പറയണത്. നമുക്കും സങ്കടമുള്ള പ്രയാസമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് വല്ലാതെ ആത്മവിശ്വാസം പകരുന്ന, വല്ലാതെ കരുത്തു പകരുന്ന വാക്യങ്ങളാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹു പറയാം, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. നിനക്ക് ആദ്യത്തേക്കാൾ നല്ലത് അവസാനമാണ്. ആദ്യഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വലിയ പ്രയാസങ്ങളുണ്ടായി. റസൂലിനെ എല്ലാവരും മാറ്റിപ്പായിച്ചു, നാട് കടത്താൻ വേണ്ടി ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെയും വല്ലാതെ പരീക്ഷിച്ചു. പക്ഷേ ആഖിറത്തിലെത്തിയപ്പോൾ, അവസാനത്തിലെത്തിയപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. കൂട്ടം കൂട്ടമായിട്ട് റസൂലിനെ കാണുവാൻ വേണ്ടി ആളുകൾ കടന്നു വരിക. അല്ലാഹു പറയാൻ, ആദ്യത്തിൽ അല്ലാഹു പറയാൻ എന്താണ്? വലൽ ആഖിറതു ഖൈറുൽ ലക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലും പ്രയാസമുള്ള ഘട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞ് എളുപ്പമുള്ള ഘട്ടം വരും. ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് പറയണല്ലോ. പ്രയാസത്തോടൊപ്പം വെളുപ്പ്. അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിന് വലിയ കരുത്തു പകരുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആൻ കാണാൻ സാധ്യമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ല, കരുത്തുള്ളവരായിട്ട് മാറുക, നിലപാടുള്ളവരായിട്ട് മാറുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും, എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും അതിൽ പിടിച്ചു നിൽക്കുവാൻ സാധ്യമാകുന്നവരായിട്ട് ഞാനുണ്ടാകും, നമ്മളുണ്ടാകും എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് ശേഷി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങുക. റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.